നമസ്കാരം. ഫോക്കസ് അസസ്മെന്റിലേക്ക് സ്വാഗതം. ഭാരത് ടാക്സി സഹകരണ മേഖലയിലെ പുതിയ വിപ്ലവം. ഇന്ത്യയിലെ ഓൺലൈൻ ടാക്സി മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി ഭാരത് ടാക്സി പ്രവർത്തനമാരംഭിച്ചു. പ്രമുഖ സ്വകാര്യ കമ്പനികളായ ഊബർ, ഓല എന്നിവയ്ക്ക് ബദലായി സഹകരണാടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ അഭിമാന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാജ്യത്തെ ടാക്സി, ഓട്ടോ തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനവും യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കും ഉറപ്പാക്കുകയാണ് ഭാരത് ടാക്സിയുടെ ലക്ഷ്യം. മറ്റു ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രൈവർമാരെ ഉടമകളായി കാണുന്ന സാരഥി ഹി മാലിക് എന്ന ആശയമാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. കമ്മീഷൻ ഇല്ല. സ്വകാര്യ ആപ്പുകൾ ഈടാക്കുന്ന 20 മുതൽ 30% വരെയുള്ള കമ്മീഷൻ ഭാരത് ടാക്സിയിൽ ഉണ്ടാകില്ല. ഡ്രൈവർമാർക്ക് മുഴുവൻ വരുമാനവും നേരിട്ട് ലഭിക്കും. സർജ് പ്രൈസിംഗ് ഒഴിവാക്കി. തിരക്കുള്ള സമയങ്ങളിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്ന സർജ് പ്രൈസിംഗ് രീതി ഈ ആപ്പിൽ ഉണ്ടാകില്ല. ഇത് യാത്രക്കാർക്ക് 30% വരെ ലാഭം നൽകും. സമൂഹ സുരക്ഷ. പദ്ധതിയിൽ അംഗങ്ങളായ ഡ്രൈവർമാർക്കും കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും ആരോഗ്യ ഇൻഷുറൻസും സൗജന്യമായി ലഭിക്കും. സ്ത്രീ ശാക്തീകരണം. സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാരഥി ദീദി, ബൈക്ക് ദീദി എന്നീ പ്രത്യേക പദ്ധതികളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഡൽഹി, NCR, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുന്നത്. പൈലറ്റ് ഘട്ടത്തിൽ തന്നെ 3 ലക്ഷത്തിലധികം ഡ്രൈവർമാർ ഇതിൽ അണിചേർന്നു കഴിഞ്ഞു. അടുത്ത 3 വർഷത്തിനുള്ളിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അമൂൽ മാതൃകയിലുള്ള സഹകരണ വിപ്ലവമാണ് ടാക്സി മേഖലയിലും ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്.